നമസ്കാരം. രാജ്യത്തെ വ്യവസ്ഥാപിതമായ ഒരു കേന്ദ്ര അന്വേഷണ ഏജൻസിയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അഥവാ ഇ.ഡി. ഇവിടെ ഇ.ഡി. ആരെയൊക്കെ പോയി പൊക്കുന്നുവോ അതിനെയെല്ലാം രാഷ്ട്രീയ വിരോധത്തിന്റെ പേരിൽ വേട്ടയാടുന്നുവെന്ന് പറഞ്ഞ് ക്യാപ്സ്യൂൾ ഇറക്കുന്ന CPM ഒരു കാര്യം മനസ്സിലാക്കണം. ഇത് രാജ്യത്ത് ആദ്യമായിട്ടല്ല ഇ.ഡി. ഇത്തരത്തിലൊരു മിന്നൽ റെയ്ഡ് നടത്തുന്നത്. മുൻ മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവുമായി പിണറായി വിജയന്റെ മകൾ വീണ വിജയൻ പ്രതിയായിട്ടുള്ള CMRL മാസപ്പടി കേസിൽ കൃത്യമായ ബാങ്ക് അക്കൗണ്ട് തെളിവുകൾ ഇ.ഡിയുടെ കൈവശമുണ്ട്. മകൾ വീണ പിണറായി വിജയന്റെ തിരുവനന്തപുരത്തെ വാടക വീട്ടിൽ താമസിക്കുന്നത് കൊണ്ടാണ് ഇ.ഡി. ആ വീട്ടിലേക്ക് പരിശോധനയ്ക്കായി കടന്നു ചെല്ലുന്നത്. അല്ലാതെ പിണറായി വിജയൻ പ്രതിയായതുകൊണ്ടൊന്നുമല്ല. കൃത്യമായ രേഖകളും കൊണ്ട് പരിശോധനയ്ക്ക് വന്ന ഇ.ഡി. ഉദ്യോഗസ്ഥർ 8 മണിക്കൂറിന് ശേഷം സമാധാനപരമായി മടങ്ങിപ്പോയേനെ. എന്നാൽ ആ സമാധാനാന്തരീക്ഷത്തെ കലാപത്തിലേക്ക് തള്ളിയിട്ടത് CPMന്റെ മുതിർന്ന നേതാക്കൾ തന്നെയാണ്. യഥാർത്ഥത്തിൽ ആ ഉദ്യോഗസ്ഥരെ ആക്രമിച്ചതിനും പൊതുമുതൽ നശിപ്പിച്ചതിനും ആസൂത്രിത കലാപശ്രമത്തിന് കേസെടുക്കേണ്ടത് പിണറായി വിജയനും CPMലെ മുതിർന്ന നേതാക്കൾക്കുമെതിരെയാണ്. അല്ല, ഈ തിരിഞ്ഞു നിന്ന് മുദ്രാവാക്യം വിളിക്കുന്ന നേതാക്കൾക്കൊന്നും ഇത് പിണറായി വിജയനെതിരെയുള്ള കേസല്ല, മകൾ വീണയ്ക്കെതിരെയുള്ള കൃത്യമായ തെളിവുകളുള്ള മാസപ്പടി കേസാണെന്ന് അറിയില്ലേ? അഴിമതിയുടെ അന്വേഷണത്തിന്റെ ഭാഗമായി നിയമപരമായി എത്തിയ കേന്ദ്ര ഏജൻസിയാണിവർ രാഷ്ട്രീയ പകപോക്കൽ എന്ന് വിളിച്ച് വെള്ളപൂശാൻ നോക്കുന്നത്. പണ്ടൊക്കെ കമ്മ്യൂണിസ്റ്റ് നേതാക്കൾ തെരഞ്ഞെടുപ്പ് ജയിച്ചു കഴിയുമ്പോഴോ അല്ലെങ്കിൽ വലിയ സമരങ്ങളൊക്കെ വിജയിക്കുമ്പോഴോ ആണ് ആവേശമൂത്ത് അണികൾക്ക് നേരെ മുഷ്ടി ചുരുട്ടി അഭിവാദ്യം ചെയ്യാറുള്ളത്. എന്നാൽ ചരിത്രത്തിൽ ആദ്യമായി സ്വന്തം മകൾക്കെതിരെയുള്ള കേസിൽ വാടക വീട്ടിൽ 8 മണിക്കൂർ നേരം കേന്ദ്ര ഏജൻസിയായ ഇ.ഡി. കയറി നിറങ്ങി പരിശോധന നടത്തി ഇറങ്ങിയപ്പോൾ വലിയ വിജയം ഏറ്റുവാങ്ങിയ മട്ടിൽ ഫേസ്ബുക്കിൽ മുഷ്ടി ചുരുട്ടി പോസ്റ്റിട്ട ഒരേ ഒരു പ്രതിപക്ഷ നേതാവേ ഈ ഭൂലോകത്തുള്ളൂ. അത് പിണറായി വിജയനാണ്. തിരുവനന്തപുരം ബേക്കറി ജംഗ്ഷനിലെ വാടക വീട്ടിൽ ഇ.ഡി. റെയ്ഡ് കഴിഞ്ഞ് ഒന്നും കിട്ടിയില്ല എന്ന് എഴുതി ഒപ്പിട്ട് വാങ്ങി ഉദ്യോഗസ്ഥർ കാറിൽ കയറിയപ്പോഴാണ് MV ഗോവിന്ദൻ ഉൾപ്പെടെയുള്ള നേതാക്കളെ ഇരുവശത്തും നിർത്തി പിണറായി വിജയൻ ഈ ഒരു മാസ് ഫോട്ടോ എടുത്തത്. ഇതൊരു തുടക്കം മാത്രമാണ്, ഇതുകൊണ്ട് തളർത്താമെന്ന് വ്യാമോഹിക്കേണ്ട എന്ന് മാധ്യമങ്ങൾക്ക് മുന്നിൽ തട്ടിവിടുകയും ചെയ്തു. എന്നാൽ ഇവിടെയാണ് നമ്മൾ ചോദിക്കേണ്ടത്, അല്ല വിജയൻ സഖാവേ, മാസപ്പടി കേസിൽ പ്രതി നിങ്ങളുടെ മകൾ വീണ വിജയനാണ്, നിങ്ങളല്ല. മകളെ കേസിൽ നിന്നും രക്ഷിച്ചെടുക്കാൻ വേണ്ടി സ്വന്തം വാടക വീട്ടിൽ കൂടെ താമസിപ്പിച്ച് റെയ്ഡ് തനിക്കെതിരെയാണെന്ന് പാവപ്പെട്ട അണികളെ വിശ്വസിപ്പിച്ച് അവരെ മണ്ടന്മാരാക്കിയ ആ ഒരു കാഞ്ഞ ബുദ്ധിയുണ്ടല്ലോ, അത് അത്യപൂർവം തന്നെയാണ്. ഈ CPMന്റെയും പിണറായി വിജയന്റെയും നേതൃത്വത്തിലുള്ള ഇത്തരത്തിലുള്ള ഇരട്ടത്താപ്പ് കാണുമ്പോൾ സഹതാപമാണ് തോന്നുന്നത്. മുൻ CPM സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന കോടിയേരി ബാലകൃഷ്ണന്റെ മകൻ ബിനീഷ് കോടിയേരി ബംഗളൂരു മയക്കുമരുന്ന് കേസിലും കള്ളപ്പണക്കേസിലും അകപ്പെട്ടപ്പോൾ ഇതേ പിണറായി വിജയനും പാർട്ടിയും എന്താണ് പറഞ്ഞത്? നിയമം നിയമത്തിന്റെ വഴിക്ക് പോകട്ടെ, അത് കുടുംബ പ്രശ്നമാണ്, പാർട്ടിക്ക് അതിൽ പങ്കില്ല. അന്ന് അങ്ങനെ പറഞ്ഞ് കോടിയേരി കുടുംബത്തെ പൂർണ്ണമായും തള്ളി പറയുകയാണ് ചെയ്തത്. എന്നാൽ സ്വന്തം കുടുംബത്തിൽ സ്വന്തം മകൾ വീണ വിജയൻ CMRL കമ്പനിയിൽ നിന്നും ഒരു സേവനവും ചെയ്യാതെ കോടികൾ മാസപ്പടി വാങ്ങിയ കേസ് പുറത്തു വരുമ്പോൾ അത് പാർട്ടിയുടെ പ്രശ്നമായി രാഷ്ട്രീയ പകപോക്കലായി. മകളുടെ മാസപ്പടി കേസിനെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അസ്തിത്വത്തിന്റെ പ്രശ്നമാക്കി മാറ്റി. പാവപ്പെട്ട അണികളെ തെരുവിലേക്ക് തള്ളിവിട്ടിരിക്കുകയാണ് ഈ ഒരു നേതാവ്. അല്ലാതെ ഇത് പുതിയ മുഖ്യമന്ത്രി V.D. സതീശൻ ഡൽഹിയിൽ പോയി നരേന്ദ്രമോദിയെ കണ്ട് പെട്ടെന്ന് ഒരു ദിവസം പൊട്ടിമുളപ്പിച്ചുണ്ടാക്കിയ കേസൊന്നുമല്ല. നിരവധി വർഷത്തോളമായി നിയമക്കുരുക്കിലായിരുന്ന ഈ ഒരു മാസപ്പടി കേസിൽ അന്വേഷണത്തിനുള്ള തടസ്സം ഹൈക്കോടതി നീക്കിയതിന് പിന്നാലെയാണ് ഇ.ഡി. ഈ ഒരു മിന്നൽ പരിശോധന നടത്തുന്നത്. ഒരു ദിവസം വൈകിയാൽ പ്രതികൾ വീണ്ടും സ്റ്റേ തേടി കോടതിയിൽ പോകുമെന്ന് കണ്ടാണ് കേന്ദ്ര അനുമതിയോടെ ഇ.ഡി. അടിയന്തരമായി ബേക്കറി ജംഗ്ഷനിലെ വീട്ടിൽ കയറിയത്. പക്ഷേ റെയ്ഡ് കഴിഞ്ഞിറങ്ങിയ ഉദ്യോഗസ്ഥരുടെ വാഹനം കല്ലും മരക്കഷ്ണങ്ങളും കൊണ്ട് അടിച്ചു തകർക്കുകയാണ് പാർട്ടി പ്രവർത്തകർ ചെയ്തത്. കാറിന്റെ മുന്നിലെയും പിന്നിലെയും ചില്ലുകൾ തകർത്തു. ഉദ്യോഗസ്ഥർക്ക് പരിക്കേൽപ്പിച്ചു. ഒടുവിൽ SFI സംസ്ഥാന സെക്രട്ടറി PS സഞ്ജീവ് അടക്കമുള്ള നേതാക്കളെ പോലീസ് ലാത്തി വീശി കസ്റ്റഡിയിലെടുത്തു. വാഹനം ഓടിച്ച ഡ്രൈവറുടെ കണ്ണിന് പരിക്കേറ്റു. നേതാവിന്റെ മകൾ AC മുറിയിലിരുന്ന് വാങ്ങിയ കോടികൾക്ക് വേണ്ടി തെരുവിൽ പോലീസിന്റെ തല്ല് കൊള്ളേണ്ടി വരുന്ന അണികളുടെ കാര്യമൊന്ന് ആലോചിച്ചു നോക്കൂ. വിവരമില്ലായ്മ എന്ന് പറഞ്ഞാൽ ഇതൊക്കെയാണ്. സംഘപരിവാറിന്റെ ഭീഷണിക്ക് മുന്നിൽ ജീവൻ കൊടുത്തു പോരാടിയവരാണ് CPM പ്രവർത്തകർ. ഇത് പാർട്ടിക്കെതിരെയുള്ള കടന്നാക്രമണമാണ് എന്നൊക്കെ പറഞ്ഞ് വലിയ ക്യാപ്സ്യൂൾ MV ഗോവിന്ദൻ ഇറക്കുന്നുണ്ട്. കരിമണൽ കമ്പനിയിൽ നിന്ന് വീണ വിജയന്റെ എക്സാലോജിക് കമ്പനി പണം വാങ്ങിയത് ബാങ്ക് അക്കൗണ്ടുകൾ വഴി കൃത്യമായി രേഖപ്പെടുത്തിയ തെളിവാണ്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇ.ഡി. അന്വേഷിക്കുന്നത്. അഴിമതി പിടിക്കപ്പെടുമ്പോൾ അതിനെ രാഷ്ട്രീയ പകപോക്കലായി ചിത്രീകരിച്ച് അണികളെ വിഡ്ഢികളാക്കുന്ന പിണറായി വിജയന്റെ ആ മുഷ്ടി ചുരുട്ടൽ ഫോട്ടോ സോഷ്യൽ മീഡിയയിൽ വലിയ ട്രോളുകൾക്കാണ് വഴിമാറിയിരിക്കുന്നത്. അന്ന് കോടിയേരിയുടെ മകൻ കുടുങ്ങിയപ്പോൾ ആദർശം പ്രസംഗിച്ച് കൈ കഴുകിയ പിണറായി വിജയൻ ഇന്ന് സ്വന്തം മകൾ വീണയുടെ മാസപ്പടിക്കൊള്ള മറയ്ക്കാൻ പാർട്ടിയെയും അണികളെയും പരിചയാക്കുകയാണ്. 8 മണിക്കൂർ റെയ്ഡ് കഴിഞ്ഞ് ഇ.ഡി. ഇറങ്ങിയപ്പോൾ ഇലക്ഷൻ ജയിച്ച മട്ടിൽ
സമൂഹ മാധ്യമങ്ങളിൽ മുഷ്ടി ചുരുട്ടി ഫോട്ടോ ഇട്ട പിണറായി വിജയന്റെ ബുദ്ധി സമ്മതിച്ചേ മതിയാവൂ. പക്ഷേ ആ വാടക വീടിന് പുറത്ത് പ്രിയ സഖാവിന് വേണ്ടി ED വാഹനം തല്ലി തകർത്ത് പോലീസിന്റെ ലാത്തിയടി വാങ്ങി ജയിലിലേക്ക് പോകുന്ന അണികളുടെ അവസ്ഥയാണ് പരമദയനീയം. നേതാക്കളുടെ മക്കൾ കോടികൾ വാങ്ങി മുക്കും, തല്ല് അണികളും കൊള്ളും.